പ്രോപ്പർലി ഉറങ്ങാൻ പറ്റാത്തവരുണ്ടെന്നറിയാം. എല്ലാവർക്കും ഒരുപോലുള്ളൊരു ഇമോഷനാണ് ആങ്കർ. 5% റിയാലിറ്റിയെ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അടി കിട്ടിയ ഒരു മാർക്കൊക്കെ ഉണ്ടാക്കിയിട്ടാൽ ചിലപ്പോൾ അത് ലൈഫ് ലോങ് ആയിരിക്കും. കൂടുതലും അമ്മമാരല്ലേ ദേഷ്യപ്പെടുന്നത്. ഹലോ ഫ്രണ്ട്സ്, മിറക്കിൾ ടോക്ക് ഷോയിലെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കൊച്ചിയിൽ കാക്കനാട് പ്രവർത്തിക്കുന്ന മിറക്കിൾ മൈൻഡ്സ് കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറാപ്പി ക്ലിനിക്കിൻ്റെ ഫൗണ്ടറാണ് ഞാൻ. എൻ്റെ പേര് ജോബ് ജേക്കബ്. ഇവിടെ മനസ്സിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇന്ന് നമ്മുടെ കൂടെ സംസാരിക്കാനായിട്ട് വന്നിരിക്കുന്നയാൾ കുവൈറ്റിൽ ജനിച്ചു വളർന്ന് കുവൈറ്റിൽ തന്നെ പഠിച്ച് അവിടെ തന്നെ ജോലി ചെയ്ത് ABB എഞ്ചിനീയറിംഗ് ടെക്നോളജീസിൽ 9.5 വർഷം ജോലി ചെയ്ത് ഒരു IT ഫീൽഡിൽ നിന്ന് വന്നിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ലണ്ടൻ സ്കൂൾ ഓഫ് മ്യൂസിക്കിൽ നിന്ന് മ്യൂസിക്കൽ ഗ്രേഡ് കരസ്ഥമാക്കിയിട്ടുണ്ട്. അതിനുശേഷം മെൻ്റൽ ഹെൽത്തിലേക്ക് വന്ന് MSc സൈക്കോളജി കഴിഞ്ഞിട്ട് ഇപ്പോൾ സൈക്കോളജിയിൽ PhD റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നയാളാണ്. ആൾ മിറക്കിൾ മൈൻഡ്സിൻ്റെ ചീഫ് സൈക്കോതെറാപ്പിസ്റ്റും കൂടിയാണ്. മറ്റാരുമല്ല, ആശ ജോബ് എൻ്റെ ഭാര്യയാണ്. താങ്ക് യു. ഇത്രയും നന്നായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇവിടെ ഇപ്പോഴെങ്ങും കേട്ടിട്ടില്ല. ആദ്യമായിട്ടല്ലേ? താങ്ക് യു സോ മച്ച്. നമ്മളെന്നാ ആദ്യമായിട്ട് കാണുന്നേ? 2008. എവിടെ വെച്ചാൽ നോക്കുന്നുണ്ടോ? കോഴ്സ് ലണ്ടൻ, കേംബ്രിഡ്ജ്. UK കേംബ്രിഡ്ജ് വെച്ചാണ് ആദ്യമായിട്ട് കാണുന്നത്. ദാറ്റ് വാസ് ആൻ അമേസിങ് മീറ്റിംഗ്. Awesome. പക്ഷേ അതിന് മുമ്പ് നമ്മളൊരു 6 മാസമായിട്ട് നമ്മൾ അന്ന് വാട്സപ്പ് ഇല്ല, അന്ന് സ്കൈപ്പ് ഒക്കെ ഉള്ളത് അല്ലേ? ഈ സ്കൈപ്പിനകത്ത് നമ്മൾ കാണും, സംസാരിക്കും. പിന്നെ ഇമെയിലാണ് കൂടുതലും. അന്ന് എനിക്കൊരു ഹോട്ട് മെയിൽ ആയിരുന്നു. ആശമയ്ക്ക് യാഹു ആയിരുന്നു. യാഹു അല്ലേ? യെസ്. ഞാനിന്ന് ലണ്ടനിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ആശമ അങ്ങോട്ട് കുവൈറ്റിൽ ABB വർക്ക് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് വി ഗോട്ട് മാരീഡ് ഇൻ 2009 ഡിസംബർ 5th. സാധാരണ സ്ത്രീകളാണ് ഈ ഡേറ്റ് എല്ലാം ഓർത്തിരിക്കുന്നത്. അങ്ങനെ അന്ന് തുടങ്ങിയൊരു ജേർണി ഇവിടം വരെയായി. നമുക്ക് കൂടെ നമ്മുടെ പ്രോഡക്ട്സ് ആയിട്ട് 2 കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ട്. ഗൈസ്, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ കുവൈറ്റിലായിരുന്നു ജോലി. ഞങ്ങൾ രണ്ടും ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, ABBയിൽ. ആശമ ABB എഞ്ചിനീയറിംഗ് ടെക്നോളജീസ് കുവൈറ്റിൽ, ഞാൻ ABB ഇറ്റലി. പക്ഷേ രണ്ടും കുവൈറ്റിൽ തന്നെയായിരുന്നു. അവിടെ ഞാൻ ലോജിസ്റ്റിക്സും പ്രൊക്യൂർമെൻറ്റും ഹാൻഡിൽ ചെയ്തു, ആശമ IT ഹാൻഡിൽ ചെയ്യുമായിരുന്നു. ഇൻ 2015 വി റിസൈൻഡ് ദ ജോബ് ആൻഡ് കെയിം ടു കൊച്ചി. കൊച്ചിയിൽ വന്ന് ഞങ്ങളുടെ അതേ ഏജുള്ള, ഞങ്ങളുടെ അതേ ട്രേഡുള്ള ഇൻഫോ പാർക്ക്, സ്മാർട്ട് സിറ്റി, ഇവിടെയൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു റിഫോർമേഷനൊക്കെ കൊണ്ടുവരാനായിട്ടാണ് ഞങ്ങളുടെ വന്നത്. അവിടെ കുവൈറ്റ് വെച്ച് തന്നെ നമ്മൾ യൂത്ത് ആൻഡ് വി യൂസ് ടു ഹാവ് ലോട്ട് ഓഫ് ഇൻട്രാക്ഷൻസ് ആഫ്റ്റർ അവർ വർക്ക് ടൈം. യൂത്തുമായിട്ടൊക്കെ നമ്മൾ സംസാരിക്കുകയും അവയർനെസ് ഒക്കെ കൊണ്ടുവരികയും കുറേ ഫെലോഷിപ്സ് ഒക്കെ നമ്മളവിടെ കണ്ടക്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ മെൻ്റൽ ഹെൽത്തിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത് അല്ലേ? The people that we started dealing with, അവരുടെ ഓരോ വിഷയങ്ങൾ, റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, അഡിക്ഷൻ ഇഷ്യൂസ് ഒക്കെ വന്നപ്പോൾ then we understood that നമ്മൾ I think we need to upgrade our background in education, in നമ്മുടെ ഒരു അറിവ് കംപ്ലീറ്റ്ലി ഒന്ന് ഓൾട്ടർ ചെയ്യണമെന്ന് മനസ്സിലായി. നമ്മൾ രണ്ടും വർക്ക് ചെയ്ത ആ ഫീൽഡിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ വലിയ ബന്ധമില്ലാത്ത ഇതിലേക്കാണ് വന്നത്. ആദ്യം നമ്മൾ മ്യൂസിക്കിലായിരുന്നു. അങ്ങനെയാണ് ആശമ ട്രിനിറ്റി ലണ്ടനിൽ നിന്നല്ലേ ഗ്രേഡ് കോളേജ് ഓഫ് ലണ്ടൻ. അതിനകത്ത് ക്രിസ്ത്യൻ മ്യൂസിക് വേൾഡിൽ ഒരു സിഗ്നേച്ചറൊക്കെ ഇട്ട ആളാണ്. ആൻഡ് വി കുഡ് കണ്ടക്ട് ലോട്ട് ഓഫ് ഫെലോഷിപ്സ്, ക്രിസ്മസ് പ്രോഗ്രാംസ്, ലോട്ട് ഓഫ് ഇവൻറ്റ്സ് ഇൻ ഇൻഫോ പാർക്ക് ആൻഡ് നിയർ ബൈ പ്ലേസസ്. നൗ വി ആർ ഇൻ ടു മെൻ്റൽ ഹെൽത്ത്. ആ പാടെ ഒരു മനുഷ്യജീവിതമേ ഉള്ളൂ. അതിനകത്ത് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുക. വൈ സ്റ്റക്ക് ഇൻ വൺ തിങ്? ഒരു ഷിഫ്റ്റ് ഓഫ് കരിയർ ആയിരുന്നു കംപ്ലീറ്റ്ലി. ഐ വാസ് വർക്കിംഗ് വിത്ത് മെഷീൻസ് ആൻഡ് നൗ വി ആർ വർക്കിംഗ് വിത്ത് പീപ്പിൾ. ഒരു വലിയ നൈറ്റ് ആൻഡ് ഡേ. ബൈ ദ വേ, ഞാൻ 10ാം ക്ലാസ്സിൽ എനിക്ക് മാത്തമാറ്റിക്സിന് ഹൈ മാർക്കും ബാക്കിയെല്ലാം ജസ്റ്റ് പാസ്സായി, പിന്നെ കുറച്ച് മാർക്ക്. അപ്പം അന്ന് മാത്സിന് ഹൈ കിട്ടുന്നവരെല്ലാം ഫസ്റ്റ് ഗ്രൂപ്പിലാണ് പോകുന്നത്. ഞാൻ പ്രീ ഡിഗ്രിയുടെ ലാസ്റ്റ് ബാച്ചാണ്, കോട്ടയം CMS കോളേജിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്തവരെല്ലാം ഓട്ടോമാറ്റിക്കലി എഞ്ചിനീയേഴ്സായിട്ട് പോവാണ്. അങ്ങനെ നാട്ടുകാരെല്ലാം കൂടെ വീട്ടുകാരെല്ലാം കൂടെ തീരുമാനിച്ചാണ് ഞാൻ ഡിഗ്രി ഇലക്ട്രോണിക്സ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ഈ ആനോട് കാതോട് ഇതൊന്നും ഒരു രക്ഷയില്ല. ഐ ലൈക്ക് പീപ്പിൾ, എനിക്ക് ആൾക്കാരെ വേണം. അത് കഴിഞ്ഞിട്ട് ഞാൻ സംഹൗ അത് തീർത്തിട്ട് നേരെ ലണ്ടന് പോയി. അവിടെ പോയി MBA എടുത്തു. അന്നേരം മുതലാണ് ശരിക്കും ഞാനൊന്ന് ശ്വാസം വിട്ടു തുടങ്ങിയതും എനിക്കൊന്ന് സന്തോഷിക്കാൻ തുടങ്ങിയതും. പക്ഷേ ആശമ നേരെ ഓപ്പോസിറ്റായിരുന്നു.
around 9.5 years you are working in that same with the machines. Yes, only with machines, less with people. Yeah. ഗൈസ്, ഇന്ന് ഞങ്ങൾ ഒരു സബ്ജക്റ്റുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. നമ്മുടെ ക്ലിനിക്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മൊഡാലിറ്റിയാണ്. അതിൻ്റെ പേര് ആക്സസ് കോൺഷ്യസ്നസ് ബാർസ് ആണ്. ആശമ്മ അതിൻ്റെ സർട്ടിഫൈഡ് പ്രാക്ടീഷണറാണ്. സോ ആശമ്മയോട് നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഇതിനെപ്പറ്റി അറിയാവുന്നവരും അറിയാൻ മേലാത്തവരും കുറേ കാണുമായിരിക്കും. സോ അവർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ നമ്മൾ ഇതിനെപ്പറ്റിയുള്ള ഡിസ്കഷൻസ് പോവുകയാണ്. നമുക്ക് പറയാനായിട്ടുള്ള ലൈഫിൽ അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യം എങ്കിലും ഈ ഒരു എക്സ്പീരിയൻസ് നമ്മൾ ചെയ്തിരിക്കണം. Absolutely. I'm so excited when we talk about this event because ഇങ്ങനത്തെ ഒരു മൊഡാലിറ്റി ഇസ് വെരി റെയർ ടു ഹിയർ. എനിക്കതൊരു 10 വർഷമായിട്ടുള്ളൂ ഇന്ത്യയിലൊക്കെ വന്നിട്ട് പോലും. പക്ഷേ ഇറ്റ് ഹാസ് ബീൻ എ ട്രാൻസ്ഫോർമേഷണൽ ജേർണി ഈവൻ ഫോർ അസ് ആസ് വെൽ വെൻ വി സ്റ്റാർട്ടഡ് എക്സ്പോസിങ് ഇൻ ടു ദാറ്റ്. അതൊരു ഇറ്റ്സ് വെൻ വി ടോക്ക് അബൌട്ട് ദ തെറപ്പി, ഇറ്റ് ഈസ് എ ടെക്നീക്ക്, ഒരു അമേരിക്കൻ ടെക്നീക്കാണ് ട്രീറ്റ്മെൻറ്റ് വിച്ച് വാസ് ഫൗണ്ട് ബൈ ഗാരി എം ഡഗ്ലസ് ഇൻ 1990s. അത് കഴിഞ്ഞിട്ട് co-ഫൗണ്ടറായിട്ട് ഡോക്ടർ ഡെയ്ൻ ഹീർ also pitched in. I think he joined him in the year of 2000, right? 2000s, yes, exactly. അതിപ്പം because they both collabed and worked together, ഇപ്പം over 100 countries-ലാണ് ഈ ടെക്നിക് സ്പ്രെഡ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഈ 100 കൺട്രീസിൽ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കാര്യം ആഡ് ഓൺ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മോർ ദാൻ 100 കൺട്രീസിൽ ഈ ആക്സസ് കോൺഷ്യസ്നസ് ബാർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പം തന്നെ അവിടുത്തെ ഭരണാധികാരികൾ, വലിയ വലിയ ബിസിനസ് ആൾക്കാർ, സെലിബ്രിറ്റീസ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന, അവരൊക്കെ എന്തുവാ എടുക്കുന്ന ഒരു തെറാപ്പിയാണ്. അതെ അതെ, നമ്മൾ സ്ക്രീനിലൊക്കെ കാണുന്ന വലിയ വലിയ ആൾക്കാർ, ദേ ആർ ഗോയിങ് ത്രൂ ലോട്ട് ഓഫ് പ്രോസസ്സസ് ഇൻ ദെയർ ലൈഫ്. ഓൾറൈറ്റ്. സോ ഞാനാണെങ്കിൽ ഒന്ന് അതിൻ്റെ ആദ്യം മുതലൊന്ന് ഫ്രെയിംഡ് ആയിട്ടൊന്ന് വരികയാണേ. ശരിക്കും പറഞ്ഞാൽ ഈ ആക്സസ് കോൺഷ്യസ്നസ് ബാർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഉത്തരം പറയുന്നതിന് മുമ്പേ ഞാൻ ആദ്യമായിട്ട് ഇത് കേട്ടപ്പോൾ ഞാൻ ഓർത്തത് ഈ ബാറുണ്ടല്ലോ, സ്മോളൊക്കെ അടിക്കുന്നത്, അത് സംബന്ധിച്ച് വല്ലതും ആണോ? അല്ലെങ്കിൽ ഈ അഡ്വക്കേറ്റ്സ്, ലോയേഴ്സിൻ്റെ കൗൺസിൽ ഉണ്ടല്ലോ, അതിനെ ബാർ കൗൺസിലിംഗ് എന്നാണ് പറയുന്നത്, ബാർ കൗൺസിൽ എന്നാണ് പറയുന്നത്. അതാണോ ഇനി അതോ വലിയ കമ്പിയൊക്കെ ബാറാണോ? ഇതൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. സോ ഇറ്റ്സ് സ്ട്രേഞ്ച് അല്ലേ, പേര് തന്നെ. സോ വാട്ട് ഈസ് ആക്ച്വലി ആക്സസ് കോൺഷ്യസ്നസ് ബാർസ്? To break it down to simple common language, access means get into. Bars എന്ന് പറഞ്ഞാൽ points. So access bars is a technique wherein 32 marma points on our head is accessed by lightly or gently touching with our fingers. So it is ഒരു 60 to 90 minutes ഒരു session ആണ്, wherein the client comes and lies on the bed and we access those points. ആണ് ഇങ്ങനെ ഓരോ points ഉണ്ട്, 32 points. There are these 32 marma points that we say, and it's very lightly touched, and the moment we touch them, in 5 minutes the client goes into an alpha stage. അപ്പോൾ നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ നമ്മൾ ബീറ്റ സ്റ്റേജിലാണ്, വെരി കോൺഷ്യസ്ലി ആണ് നമ്മുടെ കോൺഷ്യസ് ആക്റ്റീവ് ആണ് ഇപ്പോൾ. യെസ്, എക്സാക്ട്ലി. സബ് കോൺഷ്യസ് മൈൻഡ് കോൺഷ്യസ് മൈൻഡ് താഴെയാണ് ഇപ്പോൾ. അതെ, സബ് കോൺഷ്യസ് മൈൻഡ് ഇസ് ദെയർ, പക്ഷേ കോൺഷ്യസ് മൈൻഡ് ആണ് ആക്റ്റീവ്. ആൻഡ് ദാറ്റ്സ് വൈ വി ആർ സ്പീക്കിംഗ് ഫ്രം അവർ മെമ്മറി. ദാറ്റ്സ് വാട്ട് വി ആർ സേയിങ് റൈറ്റ് നൗ. പക്ഷേ the moment we go into an alpha stage, that is the time when the conscious mind is inactive and the subconscious mind is wide awake and listening to us. It says that 95% of our life, നമ്മുടെ ലൈഫിലെ 95% from the age of 1 to 7 years old, നമ്മൾ ക്യാപ്ചർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, മേ ബി പേരൻറ്റിങ്, നമ്മുടെ പേരൻസിൻ്റെ ബിലീഫ്സ്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട്, കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്സ്, ടീച്ചേഴ്സ്, നമ്മുടെ സ്കൂൾ സെറ്റിങ്സ്, ഫ്രണ്ട്സ്, അത് തന്നെ, അവിടെ നിന്നെല്ലാം പിക്കപ്പ് ചെയ്യുന്ന തോട്ട്സ്, ബിലീഫ്സ്, ഫീലിങ്സ്, ഇമോഷൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ അതെല്ലാം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ രജിസ്റ്റേർഡായിട്ട്, ഫയൽസായിട്ട് രജിസ്റ്റേർഡായിട്ട് കിടപ്പുണ്ട്. വാട്ട് ഹാപ്പൻസ് ഇസ്, ദ മോമെൻറ്റ് നമ്മളിപ്പം കോൺഷ്യസ്ലി സംസാരിക്കുമ്പം 5% റിയാലിറ്റിയെ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കിയെല്ലാം ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്, ചെയ്യുന്നത്, ഇരിക്കുന്നത്, നമ്മൾ സംസാരിക്കുന്നത് എല്ലാം അവിടെ നിന്നാണ് ക്യാച്ച് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ 1 വയസ്സ് തൊട്ട് 7 വയസ്സ് വരെ നമ്മൾ എന്തൊക്കെയാണോ അബ്സോർബ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷനാണ് ഇപ്പം നടക്കുന്നത്. Am I right? Exactly. Oh my God. അപ്പോൾ ഈ പ്രഗ്നൻറ്റ് ലേഡീസ്, അമ്മമാർ, അപ്പന്മാർ അവരുടെ മക്കളെ വളരെ ശ്രദ്ധിച്ചാണ് വളർത്തേണ്ടത്. കാരണം അവർ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അവരുടെ ഭാവി. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ഫിയർ.
ഈ ഫിയർ എന്ന് പറയുന്നത് ജനിക്കുന്ന കൊച്ചിന് ആകെപ്പാടെ 2 ഫിയർ ഏതാണ്ട് ഉള്ളതെന്നാണ് പറയുന്നത്. ഒന്ന് സൗണ്ടിൻ്റെ ഫിയർ, 2 ലൈറ്റിൻ്റെ ഫിയർ. ഈ 2 ഉള്ളൂ. മറ്റ് ഫിയർ ഒന്നും ആ കൊച്ചിന് എല്ലാം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന കണ്ട് പഠിക്കുക, ലേൺ ചെയ്യുകയാണ് അതൊക്കെ. സോ ഈ ആക്സസ് കോൺഷ്യസ് ബാസിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ലിമിറ്റിംഗ് ആയിട്ടുള്ള ബിലീവ്സ് ഉണ്ട്. ഇപ്പം നമ്മൾ പണ്ട് കാലത്ത് നമ്മുടെ പേരൻസ് വളർത്തിയ ഒരു രീതിയുണ്ട്. ആ രീതിയിലുള്ള ബിലീവ്സ് ഒക്കെയാണ് നമ്മൾ ഇപ്പോഴും ഈ സെഞ്ച്വറിയിൽ നമ്മൾ കണ്ട് വി ആർ പ്രാക്ടീസിങ് ദാറ്റ്. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് റെലവൻറ്റ് നൗ. സോ വാട്ട് വി നീഡ് ടു ഡു ഇസ് ആ കോൺഷ്യസ് മൈൻഡിനെ ഇനാക്റ്റീവായിട്ട് സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് ആക്സസ് ചെയ്യുക. ദാറ്റ് ഈസ് വാട്ട് വി കോൾ ആസ് ആക്സസ് ബാർസ്. ഈ ആക്സസ് ബാർ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത് നമ്മുടെ കോൺഷ്യസ് മൈൻഡിനെ ഇനാക്റ്റീവ് ആക്കിയിട്ട് സബ് കോൺഷ്യസ് മൈൻഡിനെ ആക്റ്റീവ് ആക്കുന്നു. എന്നിട്ട് വി ആർ ഗിവിങ് ദ സജഷൻസ് ഡയറക്ട്ലി ടു ദ സബ് കോൺഷ്യസ് മൈൻഡ്. അതും ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാ സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ്സിനും ക്ലയൻറ്റിൻ്റെ ഒരു എഫേർട്ട് വേണം. they have to give us information. But in access bars, നമ്മൾ ആദ്യം ഒരു സെഷൻ വിൽ ബി എൻ അസസ്മെൻറ്റ് സെഷൻ. ആ സെഷനിൽ നമ്മൾ ഷോർട്ട് ടേം ഗോൾസ്, ലോങ് ടേം ഗോൾസ്, അങ്ങനത്തെ ഇൻഫർമേഷൻസ് എല്ലാം, വീക്ക്നെസ്സസ്, ഇപ്പോഴത്തെ സ്ട്രെസ് പോയിൻറ്റ്സ്, അതെല്ലാം നമ്മൾ നോട്ട് ഡൗൺ ചെയ്തിട്ട് ആ ഒരു അസസ്മെൻറ്റിൻ്റെ റിസൾട്ടുമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്കെയിലിങ്ങുമായിട്ടായിരിക്കും നമ്മൾ ഈ ആക്സസ് ബാർസിലോട്ട് പോകുന്നത്. എവറി ആക്സസ് ബാർ ട്രീറ്റ്മെൻറ്റ് ഈസ് സ്പെഷ്യൽ, ഈസ് ഡിഫറെൻറ്റ്, ബിക്കോസ് എവറി പേഴ്സൺ ഈസ് യുണീക്ക്. സോ അതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് ഇറ്റ്സ് അമേസിങ്. അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാതെ വിൽ നെവർ ഗെറ്റ് ടു നോ വാട്ട് ഇറ്റ് ഈസ്. ഞാൻ ഒരു ചോദ്യം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയാണ്. ഒരു 3 ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങൾ ഈ ആക്സസ് ബാർ തെറാപ്പി ചെയ്തുകൊണ്ടുള്ള 3 ഗുണങ്ങൾ എന്തൊക്കെയാണ് പെട്ടെന്ന്? ഏറ്റവും വലുത് ഓൺ ദ ടോപ്പ് ഓഫ് മൈ ഹെഡ്, നമ്മുടെ ഏറ്റവും കൂടുതൽ ക്ലയൻറ്റ്സ് ഇതിനു വേണ്ടി റിക്വസ്റ്റ് ചെയ്തു വരുന്നത് ഇംപ്രൂവ്മെൻറ്റ് ഇൻ സ്ലീപ്പിന് വേണ്ടിയാണ്. എത്രയോ പേര് പ്രോപ്പർലി ഉറങ്ങാൻ പറ്റാത്തവരുണ്ടെന്നറിയാം. അത് പ്രോബബ്ലി ബിക്കോസ് ഓഫ് ഫിസിക്കൽ ഇഷ്യൂസ് ആയിരിക്കാം, ചിലപ്പം മെൻ്റലി ട്രോമാറ്റിക് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം, വർക്ക് സ്ട്രെസ്സ് കാരണമായിരിക്കും, എന്തുമായിക്കോട്ടെ. സ്ലീപ്പ് ചിലപ്പം ഉറങ്ങാൻ അങ്ങോട്ട് മീൻസ് സ്ലീപ്പിലോട്ട് പോകാൻ താമസമുള്ളവർ, ചിലപ്പം സ്ലീപ്പ് ചെയ്തിട്ട് ഷോക്കായിട്ട് എണീക്കുന്നവരുണ്ട്. മേ ബി ദേ ഗെറ്റ് അപ്പ് ഏർലി. ഒരു പ്രോപ്പർ കംപ്ലീറ്റ് സ്ലീപ്പ് കിട്ടാത്ത ഒരു ക്വാളിറ്റി സ്ലീപ്പ് കിട്ടുന്നില്ല. ചിലർ 6 മണിക്കൂർ 8 മണിക്കൂർ ഉറങ്ങുന്നുണ്ട്, പക്ഷേ അവർ ഡീപ്പ് സ്ലീപ്പിലേക്കോ ഒരു ക്വാളിറ്റി സ്ലീപ്പിലേക്കോ പോകുന്നില്ല. അതന്നെ എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേക്കും പിന്നെയും ക്ഷീണമാണ്. അത്രയും 8 മണിക്കൂറായിരിക്കും അവർ ഉറങ്ങിയത്. ഒരു നോർമൽ ഹ്യൂമൻ ബീങ്ങിന് ഒരു 6 to 8 hours ഓഫ് ഒരു സ്ലീപ്പാണ് ആവശ്യം, റെസ്റ്റ്ഫുൾ സ്ലീപ്പാണ് ആവശ്യം. പക്ഷേ അത് ചിലപ്പം ഒരു ബ്രേക്കായിട്ടായിരിക്കും അവർ എണീറ്റ് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു റെസ്റ്റ്ഫുൾ സ്ലീപ്പ് കിട്ടത്തില്ല. ഈ സ്ലീപ്പിൻ്റെ സമയത്ത് നടക്കുന്ന കാര്യങ്ങൾ സോ ഇമ്പോർട്ടൻറ്റ്, ബിക്കോസ് ആ ഒരു വെയർ ആൻഡ് ടയർ, റിപ്പയറിങ് എല്ലാം നടക്കുന്ന ടൈമാണ്. പ്രോസസ്സിങ് ഓഫ് ദ ഹോൾ ഡേ ഈവൻറ്റ്സ് ആർ ഹാപ്പനിങ് അറ്റ് ദാറ്റ് ടൈം. ആൻഡ് ഓൾസോ നമ്മൾ അടുത്ത ദിവസത്തേക്കൊരു ഫ്രഷ് മൈൻഡോട് കൊണ്ട് വേണം നമ്മൾ എണീക്കാൻ. അപ്പോൾ നമ്മൾ ഈ ഒരു മൈൻഡിൽ വെരിങ് ഗെറ്റ് അപ്പ്, ഇറ്റ്സ് സോ ഡിഫിക്കൽട്ട് ടു പ്രോസസ്സ്. പ്രത്യേകിച്ചും ഈ ഡിവോഴ്സ് കേസസ്, റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഒക്കെ ഉള്ളവർക്ക് ഏറ്റവും വേണ്ടിയൊരു സംഭവമാണ് സ്ലീപ്പ്. ഗെറ്റ് ടു സ്ലീപ്പ് പ്രോപ്പർലി so that you can process it. ഒരു മെൻ്റൽ ഇഷ്യൂ ആയിട്ട് ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ ഇരിക്കെ ചെന്നാൽ എനിക്ക് തോന്നുന്നു ആദ്യം അവർ കൊടുക്കുന്ന പ്രോപ്പർ സ്ലീപ്പിന് വേണ്ടിയുള്ള മരുന്നുകൾ അല്ലേ? ഒരു 7 ദിവസം നന്നായിട്ട് കിടന്ന് ഉറങ്ങുവാണെങ്കിൽ തന്നെ ഈ ബ്രെയിൻ ഒന്ന് സെറ്റിൽ ആവും. അത് തന്നെ, ദ ബ്രെയിൻ നീഡ്സ് ദാറ്റ്. ബിക്കോസ് നമ്മൾ ഈ ബ്രെയിനിൽ എത്രയോ തോട്ട്സാണ്. ഈ മൈൻഡ് എന്ന് പറയുന്നത് ഒരു ആക്ടിവിറ്റി ഓഫ് തോട്ട്സ് ബൊമ്പാർഡിങ് അതിനകത്ത് വരുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് യു നീഡ് സം ടൈം ടു ഷട്ട് ഡൗൺ. നമ്മളൊരു ഫോൺ ഷട്ട് ഡൗൺ ചെയ്യുന്ന പോലെ, റീസെറ്റ് ചെയ്യുന്ന പോലെ, യു നീഡ് ഓൾ ദോസ് പ്രോഗ്രാംസ് ടു ക്ലോസ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് കം വിത്ത് എ റിഫ്രഷ്ഡ് മൈൻഡ്. ഈ മൈൻഡിനെ പറ്റി പറഞ്ഞപ്പം മൈൻഡിനെ നമുക്ക് തൊടാൻ പറ്റത്തില്ല, കാണാനൊക്കത്തില്ല, കെട്ടിപ്പിടിക്കാനൊക്കത്തില്ല. ഇപ്പം നമ്മുടെ കയ്യെ നമുക്ക് തൊടാം. ഈവൻ നമ്മുടെ ശരീരത്തിനകത്തുള്ള ഹാർട്ട് പോലും വി ക്യാൻ ടച്ച്. നമ്മുടെ ഈ ഡോക്ടേഴ്സൊക്കെ അല്ലേ സർജറി ചെയ്യുമ്പോൾ ടച്ച് ചെയ്യുന്നുണ്ട്, അതിനെ ബ്രെയിനിനെ ടച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ മൈൻഡിനെ ടച്ച് ചെയ്യാൻ പറ്റത്തില്ല. ചിലർ വിചാരിക്കുന്ന മൈൻഡ് ഇവിടാണ്, ചിലർ തലയിലാണ്. ശരിക്കും മൈൻഡ് ഈസ് യൂണിവേഴ്സൽ, ഇറ്റ് കാൻ ബി കണ്ടെയ്ൻഡ്. അശ്മയ്ക്കറിയാവോ എത്ര തോട്ട്സാണ് ഒരു ദിവസം ഒരു ഹ്യൂമൻ ബീങ്ങിന് വരുന്നതെന്ന് അറിയാമോ? 45,000 to 60,000 തോട്ട്സ് ആണ് ഒരു നോർമൽ ഹെൽത്തി ഹ്യൂമൻ ബീങ്ങിന് ഉണ്ടാകേണ്ടത്. ചിലർക്ക് 60,000 മേളിൽ കയറിപ്പോവും. ദാറ്റ് ഈസ് കോൾഡ് ഓവർ തിങ്കിങ്. ചിലർക്ക് 45,000 താഴെ പോകും. ദാറ്റ് ഈസ് കോൾഡ് ലോവർ തിങ്കിങ്. ഈ 2 പ്രശ്നമാണ്. സോ സ്ലീപ്പ് ഇറഗുലാരിറ്റിയെ റെഗുലർ ആക്കാനായിട്ട് ആക്സസ് കോൺഷ്യസ് ബാർ സഹായിക്കുന്നു. രണ്ടാമത്തേത്, നമ്പർ 2,
in our list is anger management. That's an issue that every person goes through. കുഞ്ഞു മക്കൾ തൊട്ട് പ്രായമുള്ള ആൾക്കാർക്ക് വരെ ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ ആണ് ആങ്കർ ഇഷ്യൂസ്. അത് ചിലത് പാസീവ് ആങ്കർ ആയിരിക്കാം, ചിലത് അഗ്രസീവ് ആങ്കർ ആയിരിക്കാം. ബട്ട് വി നീഡ് ടു ഗെറ്റ് ദാറ്റ് കൺട്രോൾഡ്. ആങ്കർ ഇസ് നോട്ട് എ സിൻ, ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം, അതൊരു ഇഷ്യൂ അല്ല. ആങ്കർ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമുക്ക് ഏകദേശം 48ഓളം ഇമോഷൻസ് ഉണ്ടെന്നാ സയൻസ് പറയുന്നത്. ഓരോ വർഷം അത് കൂടിക്കൊണ്ടിരിക്കുക, ഓരോരുത്തർ ഡിസ്കവർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ 48 ഇമോഷൻസ് എല്ലാം കണ്ടുപിടിച്ചോ? എൻ്റെ എല്ലാം ഏകദേശം ഒക്കെ 48 ഇമോഷൻസിനകത്ത് 40 കൂടുതൽ കാണുമായിരിക്കും, കണ്ടുപിടിക്കാനുണ്ടായിരിക്കും, എവിടെയെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കും. അതിനകത്തൊരു ഇമോഷൻ മാത്രമാണ് ആങ്കർ. ആങ്കർ മുമ്പേ പറഞ്ഞല്ലോ, ആങ്കർ ഒരു സിന്നാന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ദൈവം കോപിച്ചു, അപ്പോൾ ഒരു ആങ്കർ സിന്നല്ലല്ലോ. അപ്പം ദൈവം പാപം ചെയ്തു എന്നായി പോകത്തില്ലേ? അപ്പോൾ പക്ഷേ ആങ്കർ മുഖാന്തരം ഉണ്ടാകുന്ന ഡിസ്ട്രക്ഷൻസ്, അത് മുഖാന്തരം ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളാണ്. നമ്മുടെ ഈ മെൻ്റൽ ഹെൽത്തുമായിട്ട് വന്നിട്ടുള്ള കുറേ ആൾക്കാർ, ഞാൻ ഈ കോപ്പറേറ്റിലൊക്കെ ഈ മെൻ്റൽ ഹെൽത്തിൻ്റെ ക്ലാസ്സസ് എടുക്കാനായിട്ട് പോകുമ്പം അവിടെ ഈ ഇമോഷൻസിനെ പറ്റിയൊക്കെ ചോദിച്ചപ്പം എല്ലാവർക്കും ഒരുപോലുള്ളൊരു ഇമോഷനാണ് ആങ്കർ. ഓരോരുത്തരും ഓരോ രീതിയിലാണ് പ്രകടിപ്പിക്കുന്നത്. കൂടുതലും അമ്മമാരല്ലേ ദേഷ്യപ്പെടുന്നത് എന്നെ സംബന്ധിച്ച്. ആയിരിക്കാം, ആണുങ്ങളും ദേഷ്യമുള്ളവർ കാണുമായിരിക്കും. അമ്മമാരുടെ ദേഷ്യത്തിൻ്റെ ഇൻറ്റൻസിറ്റി ഇച്ചിരി കുറവാണ്, ആണുങ്ങളുടെ ഇൻറ്റൻസിറ്റി ഇച്ചിരി കൂടുതലാണ്. അതാണ് ചിലപ്പോൾ അവരുടെ ആരോഗ്യത്തിൻ്റെ ഒക്കെ ആയിരിക്കും, അവരുടെ ചിന്താഗതിയുടെ ഒക്കെ ആയിരിക്കാം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഞാനൊരു പ്രാവശ്യം ഗാർഡിയൻ ഏഞ്ചൽ എന്ന് പറയുന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഗാർഡിയൻ ഏഞ്ചൽ ഇൻസ്റ്റിറ്റ്യൂഷനും അപ്പം തന്നെ അവരൊരു കെയർ ഗിവേഴ്സും കൂടിയാണ്. അവിടെ നമ്മൾ മിറക്കിൾ മൈൻഡ്സ് മെൻ്റൽ ഹെൽത്തിൻ്റെ ക്ലാസ് എടുക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ഞാൻ ഇമോഷനെ പറ്റി ഒരു പ്രാവശ്യം പറഞ്ഞപ്പോൾ അവിടുത്തെ പഠിക്കാൻ വന്ന സ്റ്റുഡൻസ് അതിൽ 100% ആൾക്കാരും ആങ്കർ ഉള്ളവരുണ്ട്. കൈവക്കാൻ പറഞ്ഞപ്പോൾ എല്ലാവരും കൈവക്കും. പക്ഷേ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് വന്നേക്കുന്നത്. അപ്പം ആങ്കറിനകത്ത് അന്ന് ഞാൻ അവരെ പഠിപ്പിച്ച ഒരു കാര്യമാണ്, 4 കാര്യങ്ങൾ കീപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആംഗ്രി ആകാം. 4 കാര്യങ്ങൾ ഞാൻ പറയാത്തത്. 1, സെൽഫ് ഹാമിങ് പാടില്ല. ചിലർ ദേഷ്യം വന്ന് പറഞ്ഞാൽ നെഞ്ചത്തിടിക്കുന്നു, ഭിത്തിക്കിട്ടിടിക്കുന്നു, കയ്യിൽ ബ്ലേഡ് കൊണ്ട് വരയുന്നു. സോ നോ സെൽഫ് ഹാമിങ് വൈൽ യു ആർ ഗെറ്റിംഗ് ആംഗ്രി, ഒന്നാമത്തേത്. രണ്ടാമത്, നോ ഹാമിങ് അതേഴ്സ്. ദേഷ്യം വരുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കും അല്ലേ, അടിക്കുക, ഇടിക്കുക. അത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ചെയ്യുന്നത് അമ്മമാരാണോ എന്നൊരു സംശയമുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നത് വെളിയിലത്തെ കോസ് കൊണ്ടാണ് നമ്മൾ ആംഗ്രി ആകുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ കേസിലാണെങ്കിൽ പിള്ളേർ ഇപ്പം നമ്മൾ പറയുന്നത് അനുസരിക്കുന്നില്ല, പറയുന്നത് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ വിളിച്ചിട്ട് കേൾക്കത്തില്ല. ഇതൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ആംഗ്രി ആവണം. എന്നിട്ട് എന്താണ് അടുത്ത എഫക്റ്റ് ഉണ്ടാകുന്നത്? ആ പിള്ളേരെ അടിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അതൊരു പണിഷ്മെന്റ് ആണെന്ന് നമുക്ക് കാണാൻ പറ്റത്തില്ല. അല്ല, ആ അടി കൊണ്ട് ആ പിള്ളേർക്ക് ഒരു ഗുണവും ഉണ്ടാകുന്നില്ല. നമ്മുടെ ദേഷ്യം അവരിൽ അങ്ങ് തീർക്കുകയാണ്, ഫിനിഷ് ആക്കുകയാണ്. എൻ്റെ ഒരു ചോദ്യം ഇതാണ്, ഏതെങ്കിലും പേരൻസിന് നിങ്ങൾ ചെയ്ത മക്കളുടെ കുറ്റം, ഇന്നൊരു കുറ്റം ചെയ്തു, ചില അമ്മമാർ പറയുന്നുണ്ട്, ആ ചൂടോടെ ഞാൻ 2 എണ്ണം കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ശരിക്കും അത് പണിഷ്മെൻറ്റേ അല്ല, അത് നമ്മുടെ ദേഷ്യം തീർക്കാൻ വേണ്ടിയുള്ള ഒരു മെത്തേഡാണ്, നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. പക്ഷെ നമ്മുടെ അപ്പച്ചനമ്മച്ചിമാരോടൊക്കെ പറഞ്ഞാൽ അവർ കേൾക്കത്തില്ല. അന്നത്തെ പേരൻറ്റിങ്ങിൽ നമ്മളെ അടിച്ചു പൊടിച്ചിട്ടുണ്ട്. വേറൊരു കാര്യം, ഇന്ന് സ്കൂളിൽ അടിക്കാൻ പറ്റത്തില്ല. എന്നെയൊക്കെ സ്കൂളിൽ അടിച്ച് ക്ലാസ്സിന് ചുറ്റും ഓടിച്ചിട്ട് അടിച്ചിട്ടുണ്ട്, ക്ലാസ്സിന് വെളിയിറക്കിയിട്ട് അടിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഒറ്റ കുട്ടികളെ നമ്മുടെ നാട്ടിൽ സ്കൂളിൽ അടിക്കാനൊക്കത്തില്ല, അങ്ങനെ നിയമം വന്നു. അതുകൊണ്ട് എൻ്റെ ഒരു വിചാരം, ഇനി അപ്പനും അമ്മയും മക്കളെ അടിക്കാൻ പറ്റത്തില്ല എന്നുള്ള നിയമം അധികം താമസിക്കാതെ നമ്മുടെ നാട്ടിൽ വരും. വെസ്റ്റേണൈസേഷൻ. സോ വെസ്റ്റേൺ കൺട്രീസിൽ, ഞാൻ യു കെ പഠിച്ച, അപ്പോൾ യു ബീൻ ടു സെവറൽ യൂറോപ്യൻ കൺട്രീസ്, അവിടെയൊന്നും മക്കളെ തൊടാനൊക്കത്തില്ല. പിന്നെ നെക്സ്റ്റ് ദാറ്റ്സ് ഇറ്റ്. അപ്പം എൻ്റെ ഒറ്റ ചോദ്യം പേരൻസിനോടുള്ള, ഇന്ന് ഒരു കുട്ടി ഒരു നിങ്ങൾ പറഞ്ഞ അനുസരിച്ചൊരു കുറ്റം ചെയ്തു, ആ കുറ്റത്തിന് ഒരാഴ്ച കഴിഞ്ഞിട്ട് പണിഷ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ അടിക്കാന്നല്ല, അങ്ങനെയാണെങ്കിൽ പണിഷ് ചെയ്യാം. പണിഷ്മെന്റ് ഷുഡ് ബി യൂസ്ഫുൾ ഫോർ ദാറ്റ് ചൈൽഡ്. ആ കുട്ടിക്ക് ഒരു പ്രയോജനമുള്ള പണിഷ്മെന്റ്. വൈകി ഇറങ്ങിയത്. അവർക്കൊരു എംപോസിഷൻ കൊടുക്കുക. നമ്മൾ ടീച്ചേഴ്സൊക്കെ കൊടുക്കുന്ന അങ്ങനല്ലേ, ഒരു കാര്യം ഇപ്പോൾ ഹോംവർക്ക് ചെയ്തില്ല, അപ്പോൾ അവരെ കൊണ്ട് ഒരു 100 പ്രാവശ്യം ആ സാധനം എഴുതിപ്പിക്കുക, പഠിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അവരത് പഠിക്കുകയും ചെയ്യും,
എഴുതുകയും ചെയ്യും. അതൊരു പണിഷ്മെൻറ്റും കൂടിയാണ്. പണിഷ്മെൻ്റ് ആണ്. അവർക്ക് പ്രയോജനം ഉണ്ടാകുന്നു, അവരുടെ ഹാൻഡ് റൈറ്റിംഗ് നന്നാകുന്നു, അവരാ എഴുതുന്ന നല്ല കാര്യം അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് രജിസ്റ്റർ ആകുന്നു, അത് അവർ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങുന്നു. അടി കിട്ടിയ ഒരു മാർക്കൊക്കെ ഉണ്ടാക്കിയിട്ടാൽ ചിലപ്പോൾ അത് ലൈഫ് ലോങ് ആയിരിക്കും. എൻ്റെ കാലയിലൊക്കെ മാർക്കുണ്ട് അടി കിട്ടിയിരിക്കുന്നത്. അത് കാണുമ്പം ഒരു നോവല്ല, ഒരു വേദന, പെയിനാണ്, ശരിക്കും പെയിനാണ്. ഞാൻ എന്തിനാണ് അങ്ങനെ അന്ന് ചെയ്തേ, എന്തിനാണ് എൻ്റെ ഫാദർ എന്നെ അങ്ങനെ അടിച്ചത്, അല്ലെ പപ്പ എന്നെ എന്തിനാ അടിച്ചത്, അല്ലെങ്കിൽ എൻ്റെ ടീച്ചർ എന്തിനാണ് എന്നെ അങ്ങനെ അടിച്ചത് എന്നൊക്കെയുള്ള തോട്ടം. ഇപ്പം നമ്മൾ ഈ മെൻ്റൽ ഹെൽത്തിനെ പറ്റി പഠിച്ചതിന് ശേഷം ആ തോട്ടൊക്കെ അങ്ങ് മാറിയിട്ടുണ്ട്. നമുക്ക് ജോഷിൻ്റെ സമയത്ത്, മൂത്ത മോൻ ജോഷിൻ്റെ സമയത്ത് നമുക്ക് പേരൻറ്റിങ്ങിനെ പറ്റി പഠിക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് കണ്ടുപിടിച്ച് നമ്മുടെ പേരൻസിൽ നിന്നോ ഗ്രാൻഡ് പേരൻസിൽ നിന്നോ സബ് കോൺഷ്യസ് മൈൻഡാണ്. അതാ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന സംഭവങ്ങളാണ് നമ്മൾ ഇങ്ങനെയാണ് പാരന്റിങ്, ഇതാണ് പാരന്റിങ് എന്നുള്ളത് നമ്മൾ കണ്ടു വളർന്നിട്ടുള്ളതുകൊണ്ട്. പക്ഷേ മറിയം ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ ആശമ പാരന്റിങ് കോച്ചിങ്ങിന് പോയി അതിൻ്റെ സർട്ടിഫിക്കറ്റ് എടുത്തു. അതിനുശേഷം നമുക്ക് കുറച്ചുകൂടെ കോൺഷ്യസ് ആയി ഈ പാരന്റിങ്ങിനെ പറ്റി. ദാറ്റ് ഈസ് എ കോൺഷ്യസ്നെസ്. പാരന്റിങ് ഹാസ് ടു ബി ഡൺ കോൺഷ്യസ്ലി. നമ്മൾ പല കാര്യങ്ങളും അൺകോൺഷ്യസ്ലി ആണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത്. ഗൈസ്, പാരൻറ്റിങ്ങിനെ പറ്റിയുള്ള ഒരു പോഡ്കാസ്റ്റ് അധികം താമസിക്കാതെ നിങ്ങൾക്ക് കിട്ടുന്ന കേട്ടോ. എല്ലാ പേരൻസും പേരൻസ് ടു ബി, പേരൻസ് ആകാൻ ആഗ്രഹിക്കുന്നവരും കാണേണ്ട ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള എപ്പിസോഡ്. ഇറ്റ് ഈസ് കമ്മിങ് സൂൺ. പല ക്ലയൻസും വന്നിട്ട് പറയുന്നത്, എൻ്റെ മാം ഇതൊന്ന് നേരത്തെ അറിഞ്ഞായിരുന്നെങ്കിൽ, നിങ്ങളൊക്കെ എവിടെ കിടക്കുക. നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ആശമ്മ പാരൻറ്റിങ്ങിൻ്റെ കോച്ചിങ്ങിന് പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേന് പറയാം, എൻ്റെ ചാച്ച ഇത് നമുക്ക് ജോഷിൻ്റെ സമയത്ത് അറിയാൻ പറ്റും. അതാണ്, ഇതൊരു അറിവാണ്. ആ അറിവ് കിട്ടുക, അപ്ലൈ ചെയ്യുക, അതാണ് മെയിൻലി. ദാറ്റ്സ് ദ തിങ് വിത്ത് സൈക്കോളജി. സോ ആങ്കർ, അതിനകത്ത് ഞാൻ 2 പറഞ്ഞു. ഒന്ന്, നോ സെൽഫ് ഹാമിങ്, നോ ഹാമിങ് അതേഴ്സ്. 2, നോ ഡിസ്ട്രോയിങ് ദ സറൗണ്ടിങ്സ്. ചിലർ ദേഷ്യം വന്നാൽ ഗ്ലാസ് അടിച്ച് പൊട്ടിക്കുന്നു, പാത്രം അടിച്ച് പൊട്ടിക്കുന്നു. ഞാൻ ഒരു ഇൻസിഡൻറ്റ് ഓർക്കുന്നുണ്ട്. എനിക്ക് ദേഷ്യപ്പെടും, പക്ഷെ അങ്ങനെയെങ്കിലും ദേഷ്യപ്പെട്ടാൽ അങ്ങ് ഭയങ്കര ഹൈ ആയിരുന്നല്ലോ, ഓർക്കുന്നുണ്ടല്ലോ. വെരി റെയർ മൊമെന്റ്സ്. റെയർ ആണ്, പക്ഷേ അതൊരു 1.5 മാസത്തിൻ്റെ എഫക്റ്റ് എല്ലാം കൂടെ. ഒരു പ്രാവശ്യം നമ്മൾ ABB വർക്ക് ചെയ്യുമ്പോൾ ആശമ്മ മറ്റേ ടവറിൽ, ഏത് ടവറിലായിരുന്നത്, സൂറിലാണെന്ന് തോന്നുന്നു. ഞാൻ അൽഗുനൈം ടവറിൽ, ആശമ്മ അൽഗുനൈം ടവറിലും ഞാൻ അൽസൂർ ടവറിലും, 2 ടവറിലാണ്. അവിടെ വെച്ച് ഞാനന്ന് ലോജിസ്റ്റിക്സിലായിരുന്നല്ലോ. കുറേ ഷിപ്മെൻറ്റ്സ് വന്ന് കിടക്കുന്നു, അത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല, സം പ്രോബ്ലംസ്. ഒരു 10-400 എഞ്ചിനീയേഴ്സ് സൈറ്റിൽ വെയിറ്റ് ചെയ്യുന്നു. ഈ ഷിപ്മെൻറ്റ്സ് കിട്ടിയിട്ട് വേണം അവർക്ക് മുമ്പോട്ട് പോകാൻ. അത് സ്റ്റക്കായിട്ടിരിക്കുന്നു. ABBയുടെ ഇറ്റലിയിൽ നിന്നുള്ള മാനേജ്മെൻറ്റ് കൂടെ എൻ്റെ തലയിലോട്ട് അതിൻ്റെ പ്രഷറെല്ലാം കൂടെ വന്ന് എനിക്ക് സഹിക്കാൻ വരാതെ ആരോ എന്തോ എന്നോട് അന്നേരം പറഞ്ഞ് എനിക്ക് ദേഷ്യം വന്നു. ഞാൻ ഈ കീപാഡ് എടുത്തിട്ട് അടിച്ച് അത് പൊട്ടിയപ്പോൾ എനിക്ക് ദേഷ്യത്തിൽ ഇച്ചിരി ആശ്വാസം കിട്ടി. പക്ഷേ എൻ്റെ പോക്കറ്റിൽ നിന്ന് തന്നെ കാശ് കൊടുത്ത് വേറെ കീപാഡ് മേടിച്ച് വെക്കാൻ എല്ലാ ആവശ്യം ഉണ്ടായിരുന്നു. ഇപ്പോഴോർക്കുമായിരുന്നു, പക്ഷേ അങ്ങനെ ചെയ്യണ്ടായിരുന്നല്ലോ. ഈ ആങ്കർ മാനേജ്മെൻറ്റ് ടെക്നിക്സ് ഉണ്ട് കേട്ടോ, അതിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ഈ ചാനലിൽ കൂടെ വരുന്നുണ്ടായിരിക്കും. സോ നോ ഡിസ്ട്രോയിങ് ദ സറൗണ്ടിങ്സ്. ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിക്കുക. ചില ആൾക്കാരൊക്കെ കഴിക്കാനിരിക്കുമ്പം ചിലപ്പോൾ ഒരു കല്ല് കാണും, ചിലപ്പം പെണ്ണുങ്ങളുടെ മുടി കിട്ടിയെന്ന് ഓർത്തുകൊണ്ട് ഈ പാത്രമൊക്കെ വലിച്ചെറിയുന്ന ആണുങ്ങളൊക്കെ ഉണ്ട്. ആങ്കറിൽ നിന്നുണ്ടാകുന്ന ഏറ്റവും കൂടുതൽ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ആങ്കർ നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ നമ്മുടെ ക്രോസ് ആരെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ കൊലപാതകം വരെ നടന്നിട്ടുണ്ട് ഈ വഴി വെച്ചുണ്ടാകുന്ന ആങ്കർ കാരണം, അല്ലേ? സോ നോ ഡിസ്ട്രോയിങ് ദ സറൗണ്ടിങ്സ്. 4th എന്ന് പറയുന്നത് ചീത്ത വാക്കുകളും ശാപവാക്കുകളും ഒഴിവാക്കാം. നീ മുടിഞ്ഞു പോകും, നീ ഗുണം വരത്തില്ല, നീ ശരിയാകാനായിട്ട് പോകുന്നില്ല എന്നുള്ള വാക്കുകൾ. അതെന്താ പറയുക, ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറയും, ഈ ബ്രെയിനിലെ ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ ഇത്രയും റിയാക്ട് ചെയ്യുന്നത്. ആ ഒരു റിയാക്ഷൻ വരുന്ന ഈ ഭാഗത്തു നിന്നാണ്. ബട്ട് അമിഗ്ഡല എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൻ്റെ കുറച്ച് ഇപ്പുറത്തെ ഭാഗത്തായിട്ടുണ്ട്. അവിടം വരെ എത്താനുള്ളൊരു ടൈം കിട്ടുകയാണെങ്കിൽ സേഫായി. അതിനുള്ള ടിപ്സാണ്, ടെക്നീക്സാണ് നമുക്ക് ആങ്കറിന് പറയേണ്ടത്. പക്ഷേ ദീസ് ആർ ഓൺലി ടെക്നീക്സ്. വർഷങ്ങളായിട്ട് ബാറ്റിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്, വേർ ദേ ആർ ഹാവിങ് ദിസ് ആങ്കർ ഇഷ്യൂസ് ബാക്ക് ആൻഡ് ഫോർത്ത്. അതുകൊണ്ട് തന്നെ അവരുടെ മാരേജ് ലോസ്റ്റ് ആകുന്നു, അവരുടെ മക്കൾ, അവരുടെ കരിയർ, അവരുടെ എഡ്യൂക്കേഷൻ എല്ലാം കൊണ്ടും ദേ ആർ ലൂസിങ് ദാറ്റ് ഓൺലി ബിക്കോസ് ഓഫ് ആങ്കർ. പക്ഷേ ബിക്കോസ് ഓഫ് ആക്സസ് കോൺഷ്യസ്നെസ് ബയേഴ്സ് വി ക്യാൻ റീറൂട്ട് ദാറ്റ്, റീവയർ ദാറ്റ് ബ്രെയിൻ. അതാണ് അതിൻ്റെ ബ്യൂട്ടി. ഈ ആങ്കർ ഡെവലപ്പ് ചെയ്തൊരു സ്വഭാവമാണ്, അല്ലേ? നമ്മൾ ജനിച്ചിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നതാണ്. ഒന്നീ നമ്മുടെ ഫാദറിൻ്റെയോ മറ്റുള്ളവരെയോ അവരുടെയൊക്കെ ഇൻപുട്സോ അല്ലെങ്കിൽ ആരെങ്കിലും ആങ്കറി ആകുന്നത് കാണുന്ന ഇങ്ങനത്തെ സിനിമാസ്, ഇങ്ങനത്തെ മൂവീസ് ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ, അല്ലേ? അത് പിന്നെ സ്ട്രെസ്സ് കൂടിയിട്ട് ആങ്കർ ആകുന്നു. ഇതൊക്കെ ജനറ്റിക്കലിയും ഉണ്ട്, ജനറ്റിക്കലി ഫ്രം ദ പേരൻസ് അതിനുണ്ട്. സോ സ്ലീപ്പ് ഡിസോർഡേഴ്സ്, ആങ്കർ ഇഷ്യൂസ് ഒരെണ്ണം കൂടെ പറയാനാണെങ്കിൽ പിന്നെ പ്രോമിനൻ്റായിട്ട് നിൽക്കുന്നത് സ്ട്രെസ്സാണ്. സ്ട്രെസ്ഫുൾ ലൈഫ്. അതെ, ഇപ്പോഴത്തെ ഒരു ലൈഫ് എന്ന് പറയുന്നത് ആരോട് ചോദിച്ചാലും സ്ട്രെസ്സുണ്ട്. ഒരു കുഞ്ഞു കുട്ടിയോട് ചോദിച്ചാലും കഴിഞ്ഞ ദിവസം മറിയം പറയാ
ടു സ്ട്രെസ്ഫുൾ ടു ഗോ ടു സ്കൂൾ. ടു സ്ട്രെസ്ഫുൾ. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആളാണ്. ജോഷ് ഇടയ്ക്ക് വന്നിട്ട് നമ്മളോട് പറയാറുണ്ട്, അപ്പം ഇന്ന് ഭയങ്കര സ്ട്രെസ്സായിരുന്നു. ഞാനപ്പോൾ അവനോട് ചോദിച്ചു വാട്ട് ഈസ് സ്ട്രെസ്. അതത്ര അതുകൊണ്ട് അറിയത്തില്ല, പക്ഷെ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട് സ്ട്രെസ്ഫുൾ. അതിന് നമ്മൾ ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ ആ സ്ട്രെസ്സിൻ്റെ പോയിൻ്റ്, അതായത് എല്ലാ സ്ട്രെസ് പോയിൻറ്റ്സിനും ഒരു കോസ് ഉണ്ട്. ദർ ഇസ് എ കോസ് ഫോർ ഇറ്റ്. അതിൻ്റെ എഫക്റ്റാണ് ഈ സ്ട്രെസ് കാണുന്നത്. സോ ഹിയർ ഇംപ്ലിമെന്റ്സ് ദ പ്രിൻസിപ്പിൾ ഓഫ് കോസ് ആൻഡ് എഫക്റ്റ്. സത്യത്തിൽ നമ്മുടെ ഇരിക്കൽ വരുന്ന ക്ലയൻസ് കൂടുതലും വരുന്ന ഈ എഫക്റ്റ് കൊണ്ടാണ്. അവർക്ക് അറിയത്തില്ല ഒരു എഫക്റ്റാണ്. ദർ ഇസ് എ കോസ് ബിഹൈൻഡ് ദാറ്റ്. ഈ സ്ട്രെസ് അതൊരു എഫക്റ്റ് മാത്രമാണ്. ദർ ഇസ് എ കോസ്. സത്യത്തിൽ ആ സ്ട്രെസ് വരുന്ന ആൾക്ക് ആ കോസ് അറിയണമെന്നില്ല, അറിയുന്നില്ല. അതുകൊണ്ടാണല്ലോ നമ്മളെപ്പോലെയുള്ള ആൾക്കാർ വി ആർ ഹിയർ ടു ഹെൽപ്പ്. അതിന് വി ഷുഡ് ബി വൈസ് എനഫ് ടു ടേക്ക് ഹെൽപ്പ്. ഇപ്പോൾ ഒരു പനി വന്നു, അല്ലെങ്കിൽ നമുക്കൊരു മുറിവുണ്ടായി, നമുക്ക് നല്ല ബുദ്ധിയുണ്ട്, പെട്ടെന്ന് തന്നെ വണ്ടി എടുത്തു, നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ആ ഡോക്ടർ, ആ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടറിനെ കാണുന്നുണ്ട്. പക്ഷേ മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് വരുമ്പോൾ നമ്മൾ തന്നെ സോൾവ് ചെയ്യാൻ നോക്കുകയാണ്. അത് ആശമേ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴൊരു സ്റ്റിഗ്മ ഉണ്ട്. ഞാനൊരു സൈക്കോളജിസ്റ്റിനെയോ സൈക്കാട്രിസ്റ്റിനെയോ പോയി കണ്ടാൽ സമൂഹം എന്നെ ഒരു ഭ്രാന്തനായിട്ട് മുദ്ര കുത്തും. പക്ഷേ അവരുടെ ലൈഫാണ് പോകുന്നത്. ഞാൻ UK പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ കോളേജിൽ 2 സൈക്കോളജിസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പം ജോഷും മറിയം പഠിക്കുന്ന ജെംസ് മോഡേൺ അക്കാഡമി കൊച്ചിയിൽ, they have 3 or 4 അല്ലേ, 3 or 4 സൈക്കോളജിസ്റ്റ് ആൻഡ് കൗൺസിലേഴ്സ് അവിടെയാണ്. കരിയർ കൗൺസിലേഴ്സ് ഉണ്ട്, സ്റ്റുഡൻറ് കൗൺസിലേഴ്സ് ഉണ്ട്, ഇമോഷണലി അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ടീച്ചേഴ്സ് ആർ ഓൾസോ എഡ്യൂക്കേറ്റഡ് ഫോർ ദാറ്റ്. അതെ, ഈ ഫിസിക്കലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അന്നേരം ഡോക്ടറെ കാണും. നമുക്ക് ഇഷ്ടംപോലെ ഹോസ്പിറ്റൽസും ഒത്തിരി ഫെസിലിറ്റീസും ഓരോ വെറൈറ്റി ഹോസ്പിറ്റൽസും ഒക്കെ ഉണ്ട്. പക്ഷെ മൈൻഡിനെ അപ്പോൾ അതെന്താണെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ലാസ്റ്റ് വരെ എത്തും. നമ്മളെക്കൊണ്ട് കഴിയത്തില്ല, ഒരു നിമിഷം കൂടെ അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല എന്നുള്ളൊരു പോയിന്റിലെത്തും. ബ്രിമ്മിലെത്തി കഴിയുമ്പോഴത്തേക്ക് പിന്നെ അയ്യോ എടാ അത് പറഞ്ഞു വെപ്രാളമാണ്. പിന്നെ ആരെ കാണണം. ദാറ്റ്സ് ദ സാഡ് പാർട്ട്. യു നീഡ് ടു സീ എക്സ്പേർട്ട്, ഒരു പ്രോപ്പറായിട്ടുള്ള നമുക്ക് ചേരുന്ന സൈക്കോളജിസ്റ്റിന് വേണം നമ്മൾ കാണാൻ. ഇതിനകത്ത് ചെയ്യുന്നൊരു വലിയൊരു തെറ്റ്, സാധാരണ എല്ലാവരും ചെയ്യുന്നൊരു തെറ്റ്, നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഇതിലോട്ട് പോകും. ആ ഫ്രണ്ട് മനഃശാസ്ത്രവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളായിരിക്കും, എഞ്ചിനീയർ ആയിരിക്കും. ആ ഫ്രണ്ട് ഒരു എഞ്ചിനീയർ ആയിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹം ഒരു പ്ലംബർ ആയിരിക്കും. പക്ഷെ ഒരു കേസ് സംബന്ധിച്ച് വന്നാൽ നമ്മൾ എഞ്ചിനീയർ ആയിട്ടുള്ള ഫ്രണ്ടിലേക്ക് പോകത്തില്ല, അഡ്വക്കേറ്റ് ആയിട്ട് ഫ്രണ്ടിലേക്ക്. ആ ഒരു ബുദ്ധിയുണ്ട്. നമ്മുടെ വീട്ടിലെ പൈപ്പ് ശരിയാകുന്നില്ലെങ്കിൽ നമ്മൾ അന്നേരം അഡ്വക്കേറ്റിനെ വിളിക്കത്തില്ല, പ്ലംബറെ വിളിക്കത്തുള്ളൂ. അതറിയാം. പക്ഷെ മനസ്സിനൊരു പ്രശ്നം ഉണ്ടായാൽ നമ്മൾ റോങ് ആൾക്കാരിലേക്ക് പോയി. ഒരു സ്റ്റിഗ്മയാണ്. വി നീഡ് ടു ഗെറ്റ് ഔട്ട്, വി നീഡ് ടു അവേക്കൻ, ആൻഡ് ദർ ആർ സോ മെനി ഓപ്ഷൻസ്. ഓക്കെ, ഓഫ്ലൈൻ നമുക്ക് നേരിട്ട് പോയി കാണാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓൺലൈനിൽ യു ഹാവ് ലോട്ട് ഓഫ് സർവീസസ് ഓൺലൈൻ. ആൻഡ് അത് നമ്മുടെ ലൊക്കാലിറ്റിയിലോ ദൂരെയുള്ളതാണെങ്കിൽ വേറെ രാജ്യത്തിലാണെങ്കിലും യു ക്യാൻ ഡെഫിനറ്റ്ലി ടേക്ക് ഹെൽപ്പ് എന്നുള്ളതാണ്. ദാറ്റ്സ് നോട്ട് എ വീക്ക്നെസ്. നമ്മുടെ ക്ലിനിക്കിൽ കുറേ നാൾ മുമ്പ് ഒരു ക്ലയൻറ്റ് മാസ്ക് ഇട്ടുകൊണ്ട് വരത്തുള്ളായിരുന്നു. 2-3 സെഷൻ കഴിഞ്ഞിട്ട് ആൾ മാസ്ക് ഊരുന്നത് കാണണ്ടെന്നുള്ള രീതിയിൽ, ഞാനിവിടെ വന്നു എന്നുള്ള അറിയണ്ടെന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. ഗൈസ്, ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്, നിങ്ങളുടെ ശരീരത്തിന് ഒരു പ്രശ്നം ഉണ്ടായാൽ നിങ്ങളൊരു പ്രഗ്നൻ്റ് ആകുമ്പോൾ ഒരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണുന്നു. നിങ്ങളുടെ കൊച്ചുങ്ങൾക്ക് ഒരു പ്രയാസം ഉണ്ടായാൽ ഗൈനക്കോളജിസ്റ്റിനെ അല്ല പോയി കാണുന്നത്, ഒരു പീഡിയാട്രീഷ്യനെ പോയി കാണുന്നു. ആ വിവരമുണ്ട്. പക്ഷേ നിങ്ങളുടെ ഒരു മനസ്സിനൊരു പ്രശ്നം ഉണ്ടായാൽ തീർച്ചയായിട്ടും നിങ്ങളൊരു മനഃശാസ്ത്ര വിദഗ്ധനെ പോയി കാണണം. ഒന്നുകിൽ ഒരു സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിനെയോ. പക്ഷേ ഒരു കൗൺസിലേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ ബോർഡ് വെച്ചുകൊണ്ടിരിക്കുന്നവരെയല്ല, നല്ല എക്സ്പേർട്ടായിട്ടുള്ള സർട്ടിഫൈഡ് ആയിട്ടുള്ള അറിവുള്ള സൈക്കോളജിസ്റ്റിൻ്റെ ഇരിക്കൽ, സൈക്കാട്രിസ്റ്റിൻ്റെ ഇരിക്കലൊക്കെ പോയി ഒന്ന് കണ്ട് നിങ്ങളുടെ മനസ്സിൻ്റെ ആ പ്രശ്നം ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യണം. അല്ലെങ്കിൽ അത് ഡിപ്രഷനിലേക്കും ആങ്സൈറ്റിയിലേക്കും ബൈപോളാറിലേക്കും ഒക്കെ പോകാനായിട്ടുള്ള സാധ്യത. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ, ഐ ടുക്ക് ഹെൽപ്പ് വെൻ ഐ വാസ് റിയലി ഇൻ ഡയർ നീഡ്. എൻ്റെ ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ്റെ സമയത്ത്. ഓ യെസ്. ആൻഡ് ഐ താങ്ക് ഈവൻ നൗ, ഐ റിയലി താങ്ക് ഫ്രോം മൈ ഹാർട്ട്. ആദ്യത്തെ പ്രഗ്നൻസി ഡെലിവറിക്ക് നമുക്ക് അത് അറിയത്തില്ലായിരുന്നു, ഇങ്ങനെ ഹെൽപ്പ് എടുക്കണം. ഈ ഒരു പേര് എന്താന്ന് പോലും എനിക്കറിയാം. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നുള്ള പേര് പോലും അറിയത്തില്ലായിരുന്നു. പക്ഷേ സെക്കൻഡ് ആയപ്പോഴത്തേക്കിനും നമുക്ക് ആ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഹിറ്റ് ചെയ്തപ്പോൾ വി ഗോട്ട് ദാറ്റ് ഇൻഫർമേഷൻ ടു ടേക്ക് ദ ഹെൽപ്പ് ഫ്രം എ പ്രൊഫഷണൽ പേഴ്സൺ, ആൻഡ് ദാറ്റ് റിയലി ഹെൽപ്ഡ് അസ്. ഇറ്റ് ഹെൽപ്ഡ് ബിയോണ്ട് അസ്. നമ്മളെ വേറെ ഒരു വഴിത്തിരിവിലോട്ട് തന്നെ ആക്കി എന്ന് പറയും. സോ എപ്പോഴും അത് ആ സമയത്ത് തന്നെ ഓർക്കുന്നുണ്ടോ ആശമ, ഞാനൊരു ഭയങ്കര മെൻ്റലി ലോ സ്റ്റേജിൽ കൂടെ പോയി, എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് ഒക്കത്തില്ല എന്നുള്ളൊരു സ്റ്റേജിലെത്തി. നമ്മൾ രണ്ടും കൂടെ ഡിസൈഡ് ചെയ്തിട്ട് ഞാൻ ഈ കൊച്ചിയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സൈക്കോളജിസ്റ്റിനെ പോയി കണ്ട് സെവറൽ സെഷൻസ് എടുത്ത് സൈക്കോതെറാപ്പീസ് ചെയ്തിട്ടാണ്
അതിനകത്തുനിന്ന് ഒന്ന് വെളിയിൽ വരാനായിട്ട്. It is a common thing now that we need to take help. Taking help is not a sign of weakness. It is a sign of strength. ആസ്കിങ് ഹെൽപ്പ്, ടേക്കിംഗ് ഹെൽപ്പ്. നമ്മളെ കൊണ്ട് പറ്റത്തില്ലാത്തത് ഏതായാലും നമുക്ക് ഒറ്റയ്ക്ക് ഇവിടം വരെ വരാനൊക്കത്തില്ല. നമ്മളെ നമ്മുടെ അമ്മ പ്രസവിക്കാൻ കാരണമായ നമ്മുടെ അപ്പനാണ്, അവരെ വളർത്തി നമ്മുടെ ടീച്ചേഴ്സ് പഠിപ്പിച്ചു. ഇങ്ങനെ പല ഹെൽപ്പുകൾ നമ്മൾക്ക് വന്നാണ് നമ്മളിവിടം വരെ എത്തിയത്. ഇപ്പം ഒരു എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഈ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ മൈക്ക് ഇവിടെയുള്ള ഈ ക്രൂ മെമ്പേഴ്സ് ഇവരുടെ ഹെൽപ്പ് കൊണ്ടാണ് ഈ വീഡിയോ ജനങ്ങളിലേക്ക് എത്തുന്നത്. നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് കാണുമായിരിക്കും. അപ്പം നമുക്ക് മാനസികമായിട്ടൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്കിനും നമ്മൾ ഹെൽപ്പ് എടുക്കണം. അതന്നെ ഈ സ്ട്രെസ്സിൻ്റെ പോയിന്റ് വരുമ്പോഴേ പലർക്കും അറിയത്തില്ല എത്രത്തോളം സ്ട്രെസ് ഉണ്ടെന്ന്. അതിനാണ് സൈക്കോളജിക്കലി നമുക്കൊരു സ്കെയിലിംഗ് നമ്മൾ ചെയ്യും. സോ ഔട്ട് ഓഫ് 0 to 10 ഹൗ മച്ച് ഓഫ് പെയിൻ ഇസ് ദിസ് സ്ട്രെസ്ഫുൾ ഇവൻറ്റ് കോസിങ് യു. നമ്മളത് സ്കെയിൽ എടുത്തിട്ടേ നമ്മൾ ആക്സസ് ബാറിലോട്ട് ട്രീറ്റ്മെൻറ്റിലോട്ട് കൊണ്ടുപോകത്തുള്ളൂ. ഞാൻ എത്രയോ പ്രാവശ്യം വന്ന് നമ്മുടെ ക്ലിനിക്കിൽ നിന്ന് ആക്സസ് ബാർ എടുത്തിരിക്കുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ബെനിഫിറ്റ് ഔട്ട് ഓഫ് ദാറ്റ്, ശരിക്കും നമ്മുടെ മുഖമൊക്കെ ഇങ്ങ് ബ്രൈറ്റ് ആകും ആഫ്റ്റർ എ ഗുഡ് ബാർ സെഷൻ. ഇറ്റ്സ് അമേസിങ്. ഐ റിമെമ്പർ, ഞാനിപ്പം ഓർക്കുമ്പം ഒരു ക്ലയൻ്റ് ഉണ്ടായിരുന്നു. ക്ലയൻറ്റിന് ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ്സ്, ഒരു ബിസിനസ് മാനാണ്, ആൻഡ് ഹീ ഹാഡ് ടു അറ്റൻഡ് ഒരു ഡീൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി അന്ന് തന്നെ. അപ്പോൾ ഒരു ഫ്ലൈറ്റ് എടുത്തു, എന്നിട്ട് അന്ന് രാവിലെ എത്തി, നേരെ പോയി ഹി ഹാഡ് എ ഷവർ. ഹി ജസ്റ്റ് ഹാഡ് എ ട്രാവൽ, ഫ്രീക്വൻറ്റ് ട്രാവലറാണ് ഫോർ സം ബിസിനസ് മാറ്റേഴ്സ്. അപ്പോൾ അങ്ങനെ പോയിട്ട് തിരിച്ച് കൊച്ചിയിൽ വന്നു. ആൻഡ് ഹി ടുക്ക് എ ഷവർ ഫ്രം ഹിസ് അപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഇമ്മീഡിയറ്റ്ലി ഹി സെഡ് ഐ വോണ്ട് റൺ മൈ ബാർസ്. ബിക്കോസ് ഉച്ചയ്ക്കാണെങ്കിൽ ഒരു ഡീൽ ക്ലോസ് ചെയ്യേണ്ട ഒരു സംഭവം, ഹീസ് നോട്ട് ഗോട്ട് പ്രോപ്പർ സ്ലീപ്പ്. അങ്ങനെ വന്നു. ദാറ്റ്സ് എ ബ്യൂട്ടി ഓഫ് ഇറ്റ്. നമ്മൾ ഒരു ബാർ സെഷൻ റൺ ചെയ്താൽ 8 hours ഓഫ് നല്ല ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്നതിന് തുല്യമാണ് ഒരു ബാർസ് റൺ ചെയ്താൽ. താങ്ക് യു ഗാരി, താങ്ക് യു. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. സോ നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോഴും ഇതിനെപ്പറ്റി അറിയാൻ വയ്യാത്തവരുണ്ട്, അറിയാവുന്നവരുമുണ്ട്, അറിഞ്ഞിട്ട് ഇതുവരെ ഇത് എക്സ്പീരിയൻസ് ചെയ്യാത്തവരുണ്ട്. ഒരസുഖം വന്നിട്ടല്ല ആക്സസ് കോൺഷ്യസ്നസ് ബാർ തെറാപ്പിക്ക് വരേണ്ടത്. വേറൊരു കാര്യം കൂടെ, ഇതൊരു സൈക്കോതെറാപ്പി ആയിട്ട് കാണാൻ പറ്റത്തില്ല. ഇല്ല, there are psychological benefits to it, പക്ഷേ cannot be substituted for a psychotherapy. ഒരു തെറാപ്പിയായിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് എൻ ഓൾട്ടർനേറ്റീവ്. ഇറ്റ്സ് എ മൊഡാലിറ്റി, ടെക്നിക്. യെസ്, എക്സാക്ട്ലി. അതുകൊണ്ട് സൈക്കോളജിസ്റ്റ് വെയറിൻ ദർ ആർ ക്ലയൻസ് ഹു കനോട്ട് സ്പീക്ക് അപ്പ്, അവർക്കിപ്പോൾ അവരുടെ പ്രശ്നങ്ങളെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ക്രമത്തിലൊക്കെ ഒന്ന് പറയാൻ പറ്റാത്ത ആൾക്കാർക്കൊക്കെ ഇറ്റ് ഈസ് എ പ്ലസ്. അതുപോലെ തന്നെ കിഡ്സ് ഓൾസോ, നമ്മുടെ പിള്ളേർ, വി പ്രാക്ടീസ് മിറക്കിൾ മൈൻഡ്സിൽ ഫ്രം 10 years ഓൺവേർഡ്സ് വി ഹാവ് ദിസ് ആക്സസ് ബാർസ്. വി ആർ പ്രാക്ടീസിങ് ഇറ്റ് ഓൺ ദം. സോ ഏജ് ലിമിറ്റ് ഇല്ല. ഏജുള്ളവർക്ക് ഇത് ചെയ്യാം. യെസ് യെസ് യെസ്. വണ്ടർഫുൾ. താങ്ക് യു ആശമ്മ. താങ്ക് യു ചാച്ച. Yeah, it was a beautiful, wonderful conversation. I think this will benefit the society. Access Consciousness Bar ഇതൊരു എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് അത് എക്സ്പീരിയൻസ് ചെയ്യുക. നിങ്ങളുടെ അടുത്തുള്ള ഇതിൻ്റെ ടെക്നീഷ്യൻ അല്ലേ, എന്താ പറയുന്നത്, ഇതിൻ്റെ ഫെസിലിറ്റേറ്റർ അല്ലെങ്കിൽ സർട്ടിഫൈഡ് പ്രാക്ടീഷണേഴ്സ് ഉണ്ടെന്ന് അന്വേഷിക്കുക. എത്രയും പെട്ടെന്ന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ആൾക്കാർ ഇരിക്കുന്ന ഇത് എടുക്കുക. താങ്ക് യു സോ മച്ച്.